ഇടതുപക്ഷത്തിന് വലിയ വേരുള്ള ഇടതുപക്ഷത്തിന്റെ ശക്തി ഭൂമികൾ കൂടിയാണ് നോർത്ത് കേരള എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങുകയും UDF അവിടെ ഒരു വലിയ സ്വീപ്പ് ഉണ്ടാക്കുക, ബേപ്പൂരിലെ സൂചന എന്ന് പറഞ്ഞാൽ ജിമ്മി, ബേപ്പൂരിൽ സുസംഘടിതമായ അച്ചടക്കമുള്ള കേഡറുകളുടെ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു, തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരുന്നു ബേപ്പൂരിൽ LDF-ന്റേത്. അതേസമയം അൻവറിൻ്റെത് കേവലം ഓളം മാത്രമായിരുന്നു. അപ്പോൾ ആ ഒരു ഒറ്റ ഓളം കൊണ്ട് റിയാസിനെ വെള്ളം കുടിപ്പിക്കാൻ നേരിയ മുൻതൂക്കം മാത്രം നൽകാൻ കഴിയുമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് തരംഗമുണ്ടെന്നാണ്. അല്ല, ബേപ്പൂരിൽ നേരിയ മുൻതൂക്കമേ ഉള്ളുവെങ്കിൽ അതിന്റെ അർത്ഥം ഇൻ ഹൗസ് വോട്ടുകൾ, പാർട്ടി വോട്ടുകൾ, ലെഫ്റ്റ് വോട്ടുകൾ നഷ്ടപ്പെടുന്നു എന്നാണ്. അങ്ങനെ നഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ ഈ സർക്കാർ മാറി നിൽക്കട്ടെ എന്ന് വിചാരിക്കുന്ന ഇടതുപക്ഷക്കാർ പ്രവർത്തിക്കുന്നു. സതീശന്റെ നൂറിലേക്ക് എത്തുമോ? അങ്ങനെ എന്ന് ഞാൻ പറയുന്നില്ല. ബേപ്പൂരിൽ ഈ പറഞ്ഞ ശരിയാണെങ്കിൽ, അതായത് കംഫർട്ടബിൾ മെജോറിറ്റി എന്ന സംഗതി ഇല്ലാതെ നാരോ എഡ്ജിലാണ് ഇദ്ദേഹം കടന്നു പോകുന്നെങ്കിൽ പാർട്ടിക്കകത്ത് ഒരു ഒഴുക്ക്. ഞാൻ വേറെ തീരുമാനം ബേപ്പൂർ ജയിക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ കൺസോൾട്ടേഷനിൽ ബേപ്പൂരിൽ നമ്മുടെ മുഹമ്മദ് റിയാസ് രക്ഷപ്പെട്ടു എന്നുകൂടി അതിനർത്ഥമുണ്ട്. അതുകൂടി നിങ്ങൾ കാണണം. അതാണ് കാര്യം. ബാക്കി എല്ലാവരും തോക്കുന്നു, ബേപ്പൂരിൽ മാത്രം ജയിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു വശം കൂടിയുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ അങ്ങനെയാണെങ്കിൽ കംഫർട്ടബിളായി ജയിക്കേണ്ടതാണ്. പക്ഷേ അതിൻ്റെ കൂടെ പേപ്പറിൽ നിന്ന് കിട്ടിയതാണോ? കേട്ടില്ല. അല്ല, കൺസോൾട്ടേഷൻ റിയാസിന് മാത്രമാണോ? അല്ല, അത് ഈ ഒരു കഴിഞ്ഞ 2-3 മാസത്തെ വലിയ ബഹളത്തിനിടയിൽ മുഹമ്മദ് റിയാസിനെ സ്പെയർ ചെയ്തിരുന്നു പല ആളുകൾ, വിട്ടുപിടിച്ചിരുന്നു. അങ്ങനെ വലിയ അറ്റാക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ അറ്റാക്ക് ഉണ്ടാകാതിരിക്കാനുള്ള സവിശേഷമായ ശ്രദ്ധ, പക്വത റിയാസ് കാണിക്കുകയും ചെയ്തു കേട്ടോ. റിയാസ് ഒരു നിലയ്ക്ക് ഒരു വള്ളിയും പിടിക്കാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അനാവശ്യമായിട്ട് ആരെയും അല്ല, ഈ തരംഗത്തിനിടയിലും റിയാസ് ജയിക്കുകയാണെങ്കിൽ അതിലൊരു പ്രധാനപ്പെട്ട കാരണം അൻവർ ഉയർത്തിയ ഒരു മുദ്രാവാക്യമാണ് മരുമോനിസം. ഈ മരുമോനിസത്തിന് ഒരു സംഘപരിവാർ ടോണുള്ള ഒരു പൊളിറ്റിക്കൽ മുദ്രാവാക്യം കൂടിയാണ്. അത് അങ്ങനെയാണെങ്കിൽ തിരിച്ചടിച്ചു. പക്ഷെ അപ്പോഴും നോക്കൂ, നേരിയ ഇതിന് കടന്നുകൂടുന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സുരക്ഷ, ഈ പറയുന്ന അനുകൂല ഘടകങ്ങളൊക്കെ ഉള്ളപ്പോഴും നേരത്തെ റാവു പറഞ്ഞതുപോലെ പാർട്ടിക്കകത്തുനിന്ന് വോട്ടുകൾ പോയിട്ടുണ്ട്. പഴയ പാർലമെന്റ് ഇലക്ഷന്റെ കഥ ആവർത്തിക്കുകയാണ്. അലാമിംഗ് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞതാണ്. ബേപ്പൂരിൽ നമ്പർ കുറയുന്നുണ്ടെങ്കിൽ അതിന്റെ സൂചന വേറെ സൂചനയാണ്. അത് ലെഫ്റ്റിനകത്തുനിന്ന് വോട്ട് പോകുന്നതാണ്. കഴിഞ്ഞ നമുക്കറിയാം എന്താണ് ശബരിമല കാലത്ത് ലെഫ്റ്റിനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അകത്തുനിന്ന് വോട്ട് പോയതാണ്. ആ സമാനമായ സാഹചര്യമാണെങ്കിൽ ലെഫ്റ്റ് വലിയ കെടുതി അനുഭവിക്കാൻ പോകുന്നു എന്നതിന്റെ ദൃഷ്ടാന്തം ചിന്തിക്കുന്നത്